Hello students, welcome back to Bosco Canvas session. In the previous session we discussed about swaps and its different types. So in this session we will look into the history of derivative markets in India and the main differences between forwards and futures. So coming to the history of derivative markets in India, the first step towards introduction of financial derivatives trading in India was the promulgation of the Securities Law Amendment Ordinance in 1995. So ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് പറയുമ്പോൾ മെയിനായിട്ടും നാലെണ്ണമാണ്: ഫോർവേഡ്, ഫ്യൂച്ചേഴ്സ്, ഓപ്ഷൻസ് ആൻഡ് സ്വാപ്സ്. ഇതിൽ നമുക്കറിയാം ഫോർവേഡ്സും സ്വാപ്സും എന്ന് പറയുന്നത് ഓവർ ദ കൗണ്ടർ ട്രേഡിംഗ് ഡെറിവേറ്റീവ്സ് ആണ്. എക്സ്ചേഞ്ച് ബേസ്ഡ് ട്രേഡിംഗ് നടക്കുന്ന രണ്ട് ഡെറിവേറ്റീവ്സ് ആണ്, അത് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ആണ്. സോ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ ബേസ്ഡ് ട്രേഡിങ്ങിൻ്റെ ഹിസ്റ്ററിയാണ് നമ്മളിവിടെ മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. ഫോർവേഡ്സും സ്വാപ്സും ഓവർ ദ കൗണ്ടർ അല്ലെങ്കിൽ ലോക്കൽ ബേസ്ഡ് ട്രേഡിംഗ് ആയതുകൊണ്ട് തന്നെ ഫർദർ അപ്രൂവൽസിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ പണ്ട് നാൾ മുതൽക്കേ അതിൻ്റെ ട്രേഡിംഗ് നടക്കുന്നുണ്ട്. പക്ഷേ ഫ്യൂച്ചേഴ്സും ഓപ്ഷൻ എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് ബേസ്ഡ് ട്രേഡിംഗ് ആയതുകൊണ്ട് തന്നെ സെബിയുടെ അപ്രൂവൽ മാത്രമേ നമുക്ക് ആ ട്രേഡിംഗ് കണ്ടക്ട് ചെയ്യാൻ സാധിക്കൂ. സോ സെക്യൂരിറ്റീസ് ലോ അമെൻമെൻറ്റ് ഓർഡിനൻസ് 1995 ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനോട് കൂടിയാണ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് ട്രേഡിങ്സ് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ട്രേഡിങ്ങിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് ഈ സെക്യൂരിറ്റീസ് ലോ അമെൻമെൻറ്റ് ഓർഡിനൻസിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് ഫോർ ദ വിഡ്രോവൽ ഓഫ് പ്രൊഹിബിഷൻ ഓൺ ഓപ്ഷൻസ് ഇൻ സെക്യൂരിറ്റീസ്. സോ ഓപ്ഷൻ ട്രേഡിങ്ങിൻ്റെ മുകളിലുള്ള എല്ലാ പ്രൊഹിബിഷൻസും എടുത്തു കളഞ്ഞുകൊണ്ടാണ് സെക്യൂരിറ്റീസ് ലോ അമെൻമെൻറ്റ് ഓർഡിനൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആൻഡ് ദ ഡെറിവേറ്റീവ്സ് ട്രേഡിംഗ് കമൻസ്ഡ് ഇൻ ഇന്ത്യ ഇൻ ജൂൺ 2000 ആഫ്റ്റർ സെബി ഗ്രാൻഡഡ് ദ ഫൈനൽ അപ്രൂവൽ ടു ദിസ് എഫക്റ്റ് ഇൻ മെയ് 2001 ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ദ L.C Gupta കമ്മിറ്റി. സോ ഇന്ത്യയിലെ എക്സ്ചേഞ്ച്ഡ് ബേസ്ഡ് ഡെറിവേറ്റീവ് ട്രേഡിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും മോണിറ്റർ ചെയ്യാനും റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഒക്കെ സെറ്റപ്പ് ചെയ്യാനും സെബി നിയമിച്ചൊരു കമ്മിറ്റിയാണ് L.C Gupta കമ്മിറ്റി എന്ന് പറയുന്നത്. സോ ഡെറിവേറ്റീവ് ട്രേഡിംഗ് ജൂൺ 2000 ജൂണിൽ കമൻസ് ചെയ്തെങ്കിലും L.C Gupta കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിൽ ഫൈനൽ അപ്രൂവൽ സെബി നൽകിയത് മെയ് 2001. സോ സെബി ഗ്രാൻഡഡ് ദ ഫൈനൽ അപ്രൂവൽ to derivative trading in May 2001 on the recommendation of the L.C Gupta committee, and SEBI permitted the derivative segment of the two exchanges, that is NSE3 and BSE4 and their clearing houses or corporation to commence trading and settlement in approved derivative contracts. സോ നമ്മൾ ആദ്യം മുതലേ പറഞ്ഞിരുന്നു ഈ ഡെറിവേറ്റീവ്സ് ട്രേഡിംഗ് നടക്കുന്നത് ഒരു പ്രത്യേക സെഗ്മെൻറ്റിലാണ്. F&O സെഗ്മെൻ്റ് എന്നാണ് അതിന് പറയുന്നത്, അതായത് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് സെഗ്മെൻറ്റ്. സോ ഇന്ത്യയിലെ മെയിൻ രണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് എന്ന് പറയുന്നത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ആണ്. സോ സെബി പെർമിറ്റ് ചെയ്തിട്ടുള്ള നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഡെറിവേറ്റീവ് സെഗ്മെൻറ്റിനെയാണ് NSE3 എന്നും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഡെറിവേറ്റീവ് സെഗ്മെൻറ്റിനെയാണ് BSE4 എന്നും പറയുന്നത്. സോ ഇവിടെ ട്രേഡിംഗ് മെമ്പേഴ്സും കാണും, അവർക്കുള്ള ക്ലിയറിംഗ് ഹൗസസും കോർപ്പറേഷൻസ് ഒക്കെ കാണും. ബിക്കോസ് സെറ്റിൽമെൻ്റ് എല്ലാം ക്ലിയർ ചെയ്യുന്നത് ക്ലിയറിംഗ് ഹൗസസ് ആണ്. സോ സെബി അപ്രൂവ് ചെയ്തിട്ടുള്ള ഡെറിവേറ്റീവ് കോൺട്രാക്ട്സിൽ ട്രേഡിംഗ് നടത്താനും സെറ്റിൽമെൻറ്റ് ചെയ്യാനുമുള്ള പെർമിഷൻ സെബി മെയ് 2001 ശേഷം എക്സ്ചേഞ്ചസിന് നൽകി. ആൻഡ് ഇനിഷ്യലി സെബി അപ്രൂവ്ഡ് ട്രേഡിംഗ് ഇൻ ഇൻഡെക്സ് ഫ്യൂച്ചർ കോൺട്രാക്ട്സ് ബേസ്ഡ് ഓൺ വേരിയസ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡിസസ് സച്ച് ആസ് S&P CNX Nifty ആൻഡ് Sensex. സോ ഇനിഷ്യൽ സ്റ്റേജിൽ സെബി അപ്രൂവ് ചെയ്ത ഡെറിവേറ്റീവ് ട്രേഡിംഗ് എന്ന് പറയുന്നത് ഇൻഡെക്സ്ഡ് ബേസ്ഡ് ഫ്യൂച്ചർ ട്രേഡിംഗ് ആണ്. സോ ഇൻഡെക്സ്ഡ് ബേസ്ഡ് ട്രേഡിംഗ് നമുക്കറിയാം രണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുടെയും ഇൻഡെക്സ്ഡ് വെച്ചിട്ടുള്ള ഫ്യൂച്ചർ ട്രേഡിംഗ് ആണ്. സോ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഇൻഡെക്സ് ആണ് S&P CNX Nifty എന്ന് പറയുന്നത്. അതേസമയം ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഇൻഡെക്സിനെയാണ് നമ്മൾ സെൻസെക്സ് സെൻസിറ്റിവിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത്. S&P എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ്സ് ആൻഡ് പുവേഴ്സ് ആണ്. സോ അത് US സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഒരു ഇൻഡെക്സ് ആണ്, ടോപ്പ് 500 കമ്പനീസിൻ്റെ ഒരു ഇൻഡെക്സ് ആണ്. സോ അത് നമ്മുടെ ഇന്ത്യൻ റീജിയനിൽ വരുമ്പോഴാണ് ഇതിനെ S&P CNX Nifty എന്ന് പറയുന്നത്. സോ നിഫ്റ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ടോപ്പ് 50 കമ്പനീസിൻ്റെ ഇൻഡെക്സ് ആണ്. സെൻസെക്സ് എന്ന് പറയുമ്പോൾ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ടോപ്പ് 30 കമ്പനീസിൻ്റെ ഇൻഡെക്സ് ആണ് സെൻസെക്സ് എന്ന് പറയുന്നത്. സോ ഈ ഇൻഡെക്സുകൾ അണ്ടർലൈൻ അസറ്റായിട്ട് വെച്ചിട്ടുള്ള ഫ്യൂച്ചർ ട്രേഡിങ്ങിനാണ് സെബി ഇനിഷ്യൽ അപ്രൂവൽ നൽകിയത്. And subsequently the index based trading was permitted in options as well as
individual securities. സോ തുടക്കത്തിൽ ഫ്യൂച്ചർ ബേസ്ഡ് കോൺട്രാക്റ്റ് മാത്രമാണ് പെർമിറ്റ് ചെയ്തിരുന്നെങ്കിലും പിന്നീട് ഇൻഡെക്സ്ഡ് ബേസ്ഡ് ഓപ്ഷൻസ് ട്രേഡിങ്ങും സെബി അപ്രൂവ് ചെയ്തു. സോ ഈ സെബി എന്ന് പറയുന്നത് സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ്. നിങ്ങൾ ഫെമിലിയർ ആണെന്ന് കരുതിയിട്ടാണ് ഞാൻ സെബിന്ന് തുടക്കത്തിലെ പറഞ്ഞു തുടങ്ങിയത്. സോ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ സെബി ആണ്, സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ എല്ലാ ആക്ടിവിറ്റീസും മോണിറ്റർ ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും. സോ ഇനി ഓരോ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെയും ഡെറിവേറ്റീവ് ട്രേഡിങ്ങിൻ്റെ ഹിസ്റ്ററി ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ, ഫസ്റ്റ് വൺ, ദ ട്രേഡിംഗ് ഇൻ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. In Bombay Stock Exchange, the Sensex options commenced on June 4, 2001. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻഡെക്സ് ബേസ്ഡ് ഓപ്ഷൻസിൻ്റെ ട്രേഡിംഗ് കമൻസ് ചെയ്തത് ജൂൺ 4, 2001 നെക്സ്റ്റ് ട്രേഡിംഗ് ഇൻ ഓപ്ഷൻ ഓൺ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസ് കമൻസ്ഡ് ഇൻ ജൂലൈ 2001. സോ നേരത്തെ ഇൻഡെക്സ്ഡ് ബേസ്ഡ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസ് ആണ്. ഓരോ കമ്പനിയുടെയും നമുക്ക് അവരുടെ ഡെറിവേറ്റീവ്സ് വാങ്ങി ഓപ്ഷൻ കോൺട്രാക്ട്സിൽ ഏർപ്പെടാനായിട്ട് സാധിക്കും. സോ അത് കമൻസ് ചെയ്തത് ജൂലൈ 2001 ആൻഡ് ദ ഫ്യൂച്ചർ കോൺട്രാക്ട്സ് ഓൺ ഇൻഡിവിജ്വൽ സ്റ്റോക്സ് കമൻസ്ഡ് ഇൻ നവംബർ 2001. സോ 2001 തന്നെ നവംബറിലാണ് ഇൻഡിവിജ്വൽ സ്റ്റോക്സിലുള്ള ഫ്യൂച്ചർ കോൺട്രാക്ട്സിൻ്റെ ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്തത്. സോ മെയ് 2001 ഫൈനൽ അപ്രൂവൽ ലഭിച്ചതിന് ശേഷം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ് ഓരോ ട്രേഡിംഗ് ആക്ടിവിറ്റിയും കമൻസ് ചെയ്തത്. സോ ഇതാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഡെറിവേറ്റീവ് ട്രേഡിങ്ങിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വി വിൽ ലുക്ക് ഇൻ ടു ദ ഡെറിവേറ്റീവ് ട്രേഡിംഗ് ഇൻ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സോ ഇൻ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, the indexed based trading on future contracts, that is S&P CNX Nifty index future trading, commenced on June 12, 2000. സോ ഇന്ത്യയിലെ ഫസ്റ്റ് ഇൻഡെക്സ്ഡ് ബേസ്ഡ് ഫ്യൂച്ചർ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് വേണമെങ്കിൽ ജൂൺ 12, 2000 പറയാം. ബിക്കോസ് അതാണ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. സോ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഡേറ്റ്സ് ഒക്കെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനേക്കാളെല്ലാം മുകളിലുള്ളൊരു ഡേറ്റ് ആണ് ജൂൺ 12, 2000 എന്ന് പറയുന്നത്. സോ അന്നാണ് ആദ്യമായിട്ട് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിഫ്റ്റി ബേസ്ഡ് ഇൻഡെക്സ്ഡ് ഫ്യൂച്ചർ ട്രേഡിംഗ് കമൻസ് ചെയ്തത്. ആൻഡ് ദ ട്രേഡിംഗ് ഇൻ ഇൻഡെക്സ് ഓപ്ഷൻസ് കമൻസ്ഡ് ഇൻ 2001. And the trading in options on individual securities commenced in July 2, 2011, and the single stock futures commenced on November 9, 2001. സോ ഇൻഡെക്സ് ബേസ്ഡ് ഫ്യൂച്ചർ ട്രേഡിംഗ് കമ്പയർ ചെയ്ത് അല്ലെങ്കിൽ അത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി 3 ട്രേഡിങ്ങും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായിട്ട് സെയിം ആണ്. ബാക്കി 3 ട്രേഡിങ്ങും കമൻസ് ചെയ്ത ഡേറ്റ്സ് സംവാട്ട് സിമിലർ ആണ്. നിഫ്റ്റി ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് മാത്രമാണ് ജൂൺ 12, 2000 കമൻസ് ചെയ്തത്. ബാക്കി 3 ട്രേഡിങ്ങും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും കമൻസ് ചെയ്ത ഡേറ്റ്സ് എന്ന് പറയുന്നത് ഏതാണ്ട് സിമിലർ ആണ്. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ഹിസ്റ്ററി ഓഫ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ട്രേഡിംഗ് ഇൻ ഇന്ത്യ. സോ ഇങ്ങനെ ഓരോ ട്രേഡിങ്ങും ഓരോ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലായിട്ട് കമൻസ് ചെയ്തു, പിന്നെ അത് ഫോളോ അപ്പ് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് പോയി. സോ അതിനുശേഷം സെബി ഓരോ പുതിയ റൂൾസും റെഗുലേഷൻസും എല്ലാം ഡെറിവേറ്റീവ് ബേസ്ഡ് ട്രേഡിങ്ങിന് കൊണ്ടുവന്നു, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. സോ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് റീസെൻ്റ് വന്ന ഒരു നോംസ് ആണ് സെറ്റിൽമെൻറ്റ് ഓൺ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് വെയർ ഓൺ ക്യാഷ് ബേസ്ഡ് സെറ്റിൽമെൻറ്റ്, ബട്ട് വിത്ത് സെബി നോംസ് ഫ്രം ജൂൺ 2018 all the settlements have to be done on ഡെലിവറി ബേസ്ഡ് സെറ്റിൽമെൻറ്റ്. സോ ഇതെന്ന് പറയുന്നത് സെറ്റിൽമെൻറ്റിൻ്റെ ബേസിസിലുള്ള ഒരു പുതിയ നോംസ് ആണ്. 2018 ഏപ്രിലാണ് സെബി ഇത് ഫോർവേഡ് ചെയ്യുന്നത്. ജൂൺ 2018 മുതലാണ് ആപ്ലിക്കബിൾ ആയത്. സോ നേരത്തെ എന്ന് പറയുമ്പോൾ ക്യാഷ് ബേസ്ഡ് സെറ്റിൽമെൻ്റ് ആയിരുന്നു. അതായത് കോൺട്രാക്റ്റ് ഡേറ്റിൽ ആർക്കാണോ ഡിഫറൻസ് വരുന്ന ആ ഡിഫറൻസ് എമൗണ്ടിൽ സെറ്റിൽ ചെയ്തായിരുന്നു സെറ്റിൽമെൻറ്റ് നടത്തിയിരുന്നത്. സോ ആ ഒരു സെറ്റിൽമെൻറ്റ് പ്രോസസ്സിൽ സെബി സാറ്റിസ്ഫാക്ടറി അല്ലാത്തതുകൊണ്ട് കൊണ്ടുവന്ന ഒരു സെറ്റിൽമെൻറ്റ് രീതിയാണ് ഡെലിവറി ബേസ്ഡ് സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത്. സോ ഇതെന്ന് പറയുന്നത് ക്യാഷ് ബേസ്ഡ് സെറ്റിൽമെൻറ്റിനെ കാട്ടി കുറച്ചും കൂടി റിസ്ക്കിയാണ്. അതായത് ഇപ്പോൾ ആ എക്സ്പയറി ഡേറ്റിൽ ആ ഷെയർസ് വാങ്ങേണ്ട ഒരാൾ വാങ്ങാതിരുന്നു കഴിഞ്ഞാൽ, അതായത് അയാളുടെ പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അയാളുടെ അക്കൗണ്ടിലേക്ക് പണ്ടത്തെ പോലെ ക്യാഷ് ക്രെഡിറ്റ് ആവില്ല. പക്ഷെ എന്താണ് സംഭവിക്കുക, അദ്ദേഹം ആ ഫുൾ ഷെയർസും വാങ്ങേണ്ടി വരും. അയാൾ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട ആ ഫുൾ ഷെയർസും അദ്ദേഹം വാങ്ങേണ്ടി വരും. സോ നമുക്കറിയാം ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത് ലോട്ട് സൈസിലാണ് ട്രേഡ് ചെയ്യുന്നത്. സോ 1000-1500 ഷെയറൊക്കെയാണ്. സോ ഇത്രയും ഷെയർസിൻ്റെ പ്രൈസ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ഹ്യൂജ് എമൗണ്ട് വരും. സോ കറക്റ്റ് എക്സ്പയറി ഡേറ്റിലുള്ള ഡിഫോൾട്ട് ഒഴിവാൻ വേണ്ടിയിട്ടാണ് സെബി ഡെലിവറി ബേസ്ഡ് സെറ്റിൽമെൻറ്റ് കൊണ്ടുവന്നത്. സോ ഇതെന്ന് പറയുന്നത് ക്യാഷ് ബേസ്ഡ് സെറ്റിൽമെൻറ്റിനെ കാട്ടി കുറച്ചും കൂടി റിസ്ക്കിയാണ്. സോ ഇതെന്ന് പറയുന്നത് ഹിസ്റ്ററി ആയിട്ട് ഒരു ബന്ധവുമില്ല, ജസ്റ്റ് നിങ്ങൾക്കൊരു ഇൻഫോർമേഷന് വേണ്ടിയിട്ടാണ്. സെബിയുടെ ഒരു റീസെൻറ്റ് നോംസ് ആയതുകൊണ്ടാണ് ഞാനിത് ഡിസ്കസ് ചെയ്തത്.
So next we will look into the main difference between forwards and futures can be differentiated on the basis of nature. So forwards are over the counter in nature, whereas future it is entered on centralized trading platform of the exchange. സോ നമുക്കറിയാം ഫോർവേഡ്സ് എന്ന് പറയുന്നത് ഓവർ ദ കൗണ്ടർ എക്സ്ചേഞ്ച് ആണ്, അതായത് ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ പുറത്താണ് അത് നടക്കുന്നത്. അതേസമയം ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത് ഒരു സെൻട്രലൈസ്ഡ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിലാണ് നടക്കുന്നത്. ഒരു റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കൂടെ മാത്രമാണ് ഫ്യൂച്ചേഴ്സിൻ്റെ ട്രേഡിംഗ് കണ്ടക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് ഓൺ ദ ബേസിസ് ഓഫ് സൈസ് ഓഫ് ദ കോൺട്രാക്ട്. ഇറ്റ് ഈസ് കസ്റ്റമൈസ്ഡ് ആസ് പെർ ദ ടേംസ് ഓഫ് എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ദ ബയർ ആൻഡ് ദ സെല്ലർ. സോ ഫോർവേഡ്സിൻ്റെ കേസസ് കോൺട്രാക്റ്റിൻ്റെ സൈസ് തീരുമാനിക്കുന്നത് ബയറിൻ്റെയും സെല്ലറിൻ്റെയും മ്യൂച്വൽ കൺസെൻറ്റോട് കൂടിയാണ്. അതേസമയം ഫ്യൂച്ചേഴ്സിൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സ്റ്റാൻഡർഡൈസ്ഡ് ഇൻ ടേംസ് ഓഫ് ക്വാണ്ടിറ്റി ആസ് സ്പെസിഫൈഡ് ബൈ ദ എക്സ്ചേഞ്ച്. സോ ഫ്യൂച്ചേഴ്സിൻ്റെ കേസസിൽ അങ്ങനെ ബയറിനും സെല്ലറിനും മ്യൂച്വൽ കൺസെൻറ്റോടുകൂടി തീരുമാനിക്കാൻ സാധിക്കില്ല. സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ക്വാണ്ടിറ്റി ഫിക്സ് ചെയ്തിട്ടുണ്ട്, അതായത് ഒരു ലോട്ട് സൈസ് ഉണ്ട്. സോ അതിൻ്റെ ബേസിസിലാണ് അവിടെ കോൺട്രാക്റ്റ് സൈസ് ഫിക്സ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് ട്രാൻസാക്ഷൻ കോസ്റ്റ്. സോ രണ്ട് തരത്തിലുള്ള ട്രാൻസാക്ഷൻ കോസ്റ്റ് ആണ്, ഒന്ന് ഡയറക്റ്റ് കോസ്റ്റും ഒന്ന് ഇൻഡയറക്റ്റ് കോസ്റ്റും. ഇൻ കേസ് ഓഫ് ഫോർവേഡ്സ് ദ ഡയറക്റ്റ് കോസ്റ്റ് ആർ ലോ ആൻഡ് ദ ഇൻഡയറക്റ്റ് കോസ്റ്റ് ആർ ഹൈ. സോ ഫോർവേഡ്സിൽ എന്ന് പറയുന്നത് ഡയറക്റ്റ് കോസ്റ്റ് കുറവും ഇൻഡയറക്റ്റ് കോസ്റ്റ് കൂടുതലുമാണ്. വേറാസ് ഇൻ ഫ്യൂച്ചർ കോൺട്രാക്ട് ദ ഡയറക്റ്റ് കോസ്റ്റ് ആർ ഹൈ ആൻഡ് ദ ഇൻഡയറക്റ്റ് കോസ്റ്റ് ഇസ് ലോ. സോ ഫ്യൂച്ചേഴ്സിൽ എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ടുണ്ടാകുന്ന കോസ്റ്റ് ഹൈയും ഇൻഡയറക്റ്റ് ആയിട്ടുണ്ടാകുന്ന കോസ്റ്റ് ലോയും ആണ്. നെക്സ്റ്റ് ഇസ് ട്രാൻസ്പെറൻസി. ദ കോൺട്രാക്ട് പ്രൈസ് ഓഫ് ദ ഫോർവേഡ് കോൺട്രാക്ട് ഇസ് നോട്ട് ട്രാൻസ്പെറൻറ്റ് ആസ് ഇറ്റ് ഇസ് നോട്ട് പബ്ലിക്ലി ഡിസ്ക്ലോസ്ഡ്. സോ ഫോർവേഡ്സിൽ നമുക്കറിയാം രണ്ട് പാർട്ടീസ് തമ്മിലുള്ള ഒരു ഫിക്സേഷൻ ആണ്. സോ അത് പബ്ലിക്ലി ഡിസ്ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ അവിടെ ഫിക്സ് ചെയ്യുന്ന പ്രൈസും ക്വാണ്ടിറ്റിയൊക്കെ എന്ന് പറയുന്നത് ആ രണ്ട് പാർട്ടീസിന് മാത്രമാണ് അറിയാവുന്നത്. സോ അത് നോട്ട് ട്രാൻസ്പെറൻറ്റ് ആണ്. Whereas in futures, the contract price of the future contract is transparent as it is available on the centralized trading screen of the exchange. പക്ഷേ ഫ്യൂച്ചേഴ്സിലെ കോൺട്രാക്റ്റിൻ്റെ പ്രൈസും ക്വാണ്ടിറ്റിയും ഒക്കെ വളരെ ട്രാൻസ്പെറൻ്റ് ആണ്, ബിക്കോസ് അതൊരു ഓൺലൈൻ സ്ക്രീൻ ബേസ്ഡ് ട്രേഡിംഗ് ആണ്. സോ അതിൽ ട്രേഡിംഗ് മെമ്പേഴ്സും പാർട്ടിസിപ്പൻസും ക്ലിയറിംഗ് ഹൗസും എല്ലാം ഇൻവോൾവ് ആയതുകൊണ്ട് തന്നെ അവിടുത്തെ എല്ലാ കാര്യങ്ങളും ട്രാൻസ്പെറൻ്റ് ആണ്. നെക്സ്റ്റ് ഇസ് മാർജിൻ മണി. Margin money is not required and valuation of a open position is not calculated as per the official closing price on daily basis. സോ മാർജിൻ മണി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്യൂച്ചേഴ്സിൽ ഡിസ്കസ് ചെയ്തൊരു കൺസെപ്റ്റാണ്. സോ ട്രേഡിങ്ങിൽ ഏർപ്പെടുന്ന ബയറും സെല്ലറും ഒരു നിശ്ചിത മാർജിൻ മണി അസൈഡ് വെക്കണം. ബ്രോക്കറിൻ്റെ കയ്യിലോ ക്ലിയറിംഗ് ഹൗസിൻ്റെ കയ്യിലോ ഒരു സ്പെസിഫിക് എമൗണ്ട് മാർജിൻ മണിയായിട്ട് വെച്ചെങ്കിൽ മാത്രമേ അവർക്ക് ട്രേഡിങ്ങിൽ ഏർപ്പെടാൻ സാധിക്കൂ. സോ മാർക്ക് ടു മാർക്കറ്റിംഗ് കൺസെപ്റ്റ്, അതായത് ഡെയിലി മാർക്കറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് അനുസരിച്ച് ബയറിൻ്റെയും സെല്ലറിൻ്റെയും അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുകയും ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യും. സോ അതിൻ്റെ ബേസിസിലാണ് അവരുടെ പൊസിഷൻസ് ഒക്കെ തീരുമാനിക്കുന്നത്. സോ അങ്ങനെ ഒരു കൺസെപ്റ്റ്, ഈ മാർജിൻ മണിയുടെ കൺസെപ്റ്റ് ഫോർവേഡ് കോൺട്രാക്ട്സിൽ ഇല്ല. മാർജിൻ മണിയുടെ കൺസെപ്റ്റ് അപ്ലിക്കബിൾ ആവുന്നത് എക്സ്ചേഞ്ച്ഡ് ബേസ്ഡ് ട്രേഡിങ്ങിലാണ്, അതായത് ഫ്യൂച്ചേഴ്സിൻ്റെയും ഓപ്ഷൻസിൻ്റെയും കാര്യത്തിലാണ് മാർജിൻ മണി കൺസെപ്റ്റ് വരുന്നത്. In futures, the valuation of an open position is calculated as per the official closing price on daily basis and require margin money. Next is on the basis of regulations. Forward contract is not regulated by the exchange, whereas future contract is regulated by the exchange. Next is on the basis of liquidity. Forward contract is less liquid due to its customized nature, whereas future contract is more liquid as it is traded on the exchange. സോ ഫോർവേഡ് കോൺട്രാക്ട്സ് എന്ന് പറയുന്നത് ലെസ് ലിക്വിഡ് ആണ്, അതായത് കൂടുതൽ റിസ്ക്കിയാണ്. അതൊരു കസ്റ്റമൈസ്ഡ് നേച്ചറിലുള്ള കോൺട്രാക്റ്റ് ആയതുകൊണ്ട് തന്നെ അത് കൂടുതൽ റിസ്ക്കിയാണ്, ലെസ് ലിക്വിഡും ആണ്. അതേസമയം ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഒരു എക്സ്ചേഞ്ചിൽ, ഒരു റെക്കഗ്നൈസ്ഡ് എക്സ്ചേഞ്ചിൽ നടക്കുന്ന ഓപ്പൺ കോൺട്രാക്റ്റ് ആയതുകൊണ്ട് തന്നെ അത് മോർ ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദ ലാസ്റ്റ് ഡിഫറൻസിയേഷൻ ഇസ് ഓൺ ദ ബേസിസ് ഓഫ് കൗണ്ടർ പാർട്ടി റിസ്ക്. In forward contracts, the counterparty risk is high due to the customized nature of the transaction. In future contracts, the counterparty risk is eliminated due to novation. സോ ഫോർവേഡ് കോൺട്രാക്ട്സിലെ കൗണ്ടർ പാർട്ടി റിസ്ക് എന്ന് പറയുന്നത് ഹൈ ആണ്, ബിക്കോസ് ഫ്യൂച്ചറിൽ ഡിഫോൾട്ട് വരുത്താനുള്ള സാധ്യത കൂടുതലാണ്. ഒരാൾക്ക് ലോസ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പേയ്മെൻറ്റിൽ ഡിഫോൾട്ട് വരുത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേസമയം ഫ്യൂച്ചർ കോൺട്രാക്ട്സിൽ എന്ന് പറയുന്നത് ഈ കൗണ്ടർ പാർട്ടി റിസ്ക് എലിമിനേറ്റ് ചെയ്യാനായിട്ട്, പകരം വെക്കാനായിട്ട് കുറേ കാര്യങ്ങളുണ്ട്, ബിക്കോസ് മാർജിൻ മണി കൺസെപ്റ്റ് തന്നെ അവിടെ ഉണ്ട്.
സോ ഫോർവേഡ് കോൺട്രാക്ട്സിലെ പോലെ അങ്ങനെ പെട്ടെന്ന് ഒരാൾക്ക് ഫ്യൂച്ചർ കോൺട്രാക്ട്സിൽ ഡിഫോൾട്ട് വരുത്താൻ സാധിക്കില്ല. So these are the main differences between forwards and futures. So in this session we discussed the history of financial derivatives trading in India and the main differences between forwards and futures. Hope all are clear with the topic. Thank you.